ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 11ാമത്തെ ചാപ്റ്ററായ ഭാരതേ നാസ്തി മേ ജീവനം ജീവനം. അപ്പോൾ നമുക്ക് നോക്കാം. ആചാര്യ ടീച്ചർ ഛാത്രാഹ ഏകാം പ്രഹേളികാം പൃച്ഛാമി. ഹേ കുട്ടികളെ, ഒരു റിഡൽ ചോദിക്കാം, ഒരു കടങ്കഥ ചോദിക്കുന്നു കേട്ടോ. ഛാത്രാഹ കുട്ടികൾ. അഹോ പ്രഹേളിക, ആഹാ കടങ്കഥയോ? പൃച്ഛതു ഭവാൻ, ചോദിച്ചാലും അങ്ങ് ചോദിച്ചാലും. വയം സന്നദ്ധാഹ, ഞങ്ങൾ റെഡിയാണ്. ആചാര്യ ടീച്ചർ അധോ ലിഖിതാത് വർണ്ണജാലാത് നദീനാം പർവ്വതാനാം നാമാനി ചുനുത്. താഴെ തന്നിരിക്കുന്ന വർണ്ണജാലത്തിൽ നിന്ന് നദികളുടെയും പർവ്വതങ്ങളുടെയും പേര് കണ്ടെത്തൂ. എന്നിട്ട് ഒരു പസൽ പോലെ കൊടുത്തേക്കുകയാണ്. ഇതാണ് വർണ്ണജാലം. ഓക്കെ, അപ്പം ഇതിൽ നിന്നാണ് കുട്ടികൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? നദികളുടെയും പർവ്വതങ്ങളുടെയും പേര്. ഛാത്രാഹ കുട്ടികൾ പൂർണ്ണരൂപേണ നാഗ്യായത്തെ, ശരിക്കങ്ങോട്ട് മനസ്സിലായില്ല. ആചാര്യ ടീച്ചർ പറഞ്ഞു, പാഠേ ദത്താൻ ശ്ലോകാൻ പഠത് തതഃ ഏതാം പൂരയത്ത്. എന്താണ് ടീച്ചർ പറഞ്ഞേ? പാഠത്തിൽ തന്നിരിക്കുന്ന ശ്ലോകങ്ങൾ വായിക്കൂ, അതിനുശേഷം അത് പൂരിപ്പിക്കൂ. രവി പറഞ്ഞു, എന്താ പറഞ്ഞേ? ആചാര്യവർ ഏതാനി പദ്യാനി തു മയാ ദൂരദർശനതഃ ശ്രുതാനി അപി ച ചിത്രാണി അപി ദൃഷ്ടാനി. ഹേ ആചാര്യ, ഈ പദ്യങ്ങളാണെങ്കിൽ ഞാൻ ദൂരദർശൻ എന്ന ചാനലിൽ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. ആചാര്യ ടീച്ചർ പറഞ്ഞു, എന്താ പറഞ്ഞേ? സാദുക്തം, ശരിയാണ് പറഞ്ഞത്. ഏതാനി പദ്യാനി, ഈ പദ്യങ്ങളൊക്കെ ഭാതിമേ ഭാരതം ഇതി ഗീതികാവ്യാത് സംഗ്രഹിതാനി. ഭാതിമേ ഭാരതം എന്ന ഗീതികാവ്യത്തിൽ നിന്നാണ് സംഗ്രഹിച്ചിരിക്കുന്നത്, അതായത് എടുത്തിരിക്കുന്നത്. ഛാത്രാഹ കുട്ടികൾ തർഹി ഗായാമഹ വയം ഏതാനി പദ്യാനി. എന്നാൽ പാടാം നമുക്ക് ഈ പദ്യങ്ങളൊക്കെ. അതായത് കുട്ടികൾ പറയാണ്, എന്താ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഈ പദ്യങ്ങളൊക്കെ ഒന്ന് പാടാം എന്ന്. അപ്പം നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ. വിന്ധ്യസഹ്യാദ്രിനീലാദ്രിമാലാൻവിതം ശുഭ്രഹൈമാദ്രിഹാസപ്രഭാപൂരിതം അർബുദരാവലിശ്രേണിസംപൂജിതം ഭൂതലേ ഭാതി മേ ഭാരതം ഭാരതം. ഇനി നമുക്ക് ഈ ശ്ലോകങ്ങളുടെ അന്വയം നോക്കാം. വിന്ധ്യസഹ്യാദ്രി നീലാദ്രിമാല അൻവിതം ശുഭ്രഹൈമാദ്രിഹാസ പ്രഭാപൂരിതം അർബുദ അരാവലി ശ്രേണി സംപൂജിതം മേ ഭാരതം ഭൂതലേ അനാരതം ഭാതി. അതായത് വിന്ധ്യാചൽ, സഹ്യാദ്രി, നീൽ എന്നീ പർവ്വത ശൃംഖലകളാൽ യുക്തമായ പ്രകാശിതമായ ഹിമാലയത്തിൻ്റെ പുഞ്ചിരിയാൽ, ആബു അരാവലി എന്നീ പർവ്വത ശ്രേണിയാൽ പൂജിതമായ എൻ്റെ ഭാരതം ഈ ഭൂമിയിൽ എപ്പോഴും ഭാതി, തിളങ്ങുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ജാഹ്നവീ ചന്ദ്രഭാഗാ ജലൈഃ പാവിതം ഭാനുജാനർമദാ ബീചിഭിർലാലിതം തുംഗഭദ്രാഭിപാശാദിഭിർഭാർവിതം ഭൂതലേ ഭാതി മേ ഭാരതം ഭാരതം. ഇനി നമുക്ക് അന്വയം നോക്കാം. ജാഹ്നവി ചന്ദ്രഭാഗാജലൈഃ പാവിതം. ജാഹ്നവി എന്നത് ഗംഗാ നദിയുടെ വേറൊരു പേരാണ്. ചന്ദ്രഭാഗ എന്നത് ചെനാബ് നദിയുടെ വേറൊരു പേരാണ്. ഓക്കെ, ജലൈഹി അതായത് നദികളാൽ, പാവിതം പവിത്രമാണ്. അതായത് കവി പറയാണ്, എൻ്റെ ഭാരതം ഗംഗാ നദിയാലും ചെനാബ് എന്നീ നദികളാൽ പവിത്രമാണ് എന്ന്. ധനുജ നർമ്മദ ബീജിഭിഹി ലാലിതം. ധനുജ എന്നത് യമുന നദിയുടെ വേറൊരു പേരാണ്.
യമുന, നർമ്മദ എന്നീ നദികളുടെ തിരമാലകളാൽ മനോഹരമാണ്. തുംഗഭദ്ര, വിപാശ ആദിഭിഃ ഭാവിതം. തുംഗഭദ്ര, വിപാശ എന്നീ നദികളുടെ തിരമാലകളാൽ പ്രതിധ്വനിക്കുന്ന മേ ഭാരതം എൻ്റെ ഭാരതം, ഭൂതലേ ഭൂമിയിൽ, അനാരതം എപ്പോഴും, ഭാതി തിളങ്ങുന്നു. അടുത്ത നോക്കാം. വേദഭാഭാസിതം സത്കലാലാലിതം രമ്യസംഗീതസാഹിത്യസൗഹിത്യഭൂ ഭാരതീ വല്ലകീജംകൃതൈജംകൃതം ഭൂതലേ ഭാതി മേ നാരദം ഭാരതം. ഇനി നമുക്ക് ഇതിൻ്റെ അന്വയൊന്ന് നോക്കാം. വേദഭാഭാസിതം സത്കലാലാലിതം രമ്യസംഗീതസാഹിത്യസൗഹിത്യഭൂഃ ഭാരതീ വല്ലകീജംകൃതൈഃ ജംകൃതം മേ ഭാരതം ഭൂതലേ അനാരതം ഭാതി. വേദഭാഭാസിതം വേദങ്ങളുടെ മഹത്വത്താൽ ശോഭിക്കുന്നു. സത്കലാലാലിതം ഫൈൻ ആർട്സാൽ അലങ്കരിക്കുന്നു. അതായത് ഫൈൻ ആർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സിംഗിങ്, ഡാൻസിങ്, ഫോട്ടോഗ്രാഫി, സ്കൾപ്ചർ എന്നീ കലകളാൽ ശോഭിക്കുന്ന. രമ്യസംഗീത സാഹിത്യ സൗഹിത്യഭൂഃ ആകർഷകമായ, അതായത് ആരെയും ആകർഷിക്കും വിധമുള്ള സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും പരിപോഷണത്തിന് അനുയോജ്യമായ മണ്ണ് ഉള്ള ഭാരതീ വല്ലകീജംകൃതൈഃ ജംകൃതം. ഭാരതി എന്നുദ്ദേശിക്കുന്നത് സരസ്വതി ദേവിയാണ്. ഓക്കെ, വല്ലകി എന്നാൽ വീണ. ഭാരതീ വല്ലകി അതായത് സരസ്വതി ദേവിയുടെ വീണയുടെ ജംകൃതൈഃ ജംകൃതം മുഴക്കങ്ങൾ മുഴങ്ങുന്നു. മേ ഭാരതം മുഴങ്ങുന്ന എൻ്റെ ഭാരതം, ഭൂതലേ ഭൂമിയിൽ, അനാരതം എക്കാലത്തും, അതായത് എന്നും, ഭാതി ശോഭിക്കുന്നു, അതായത് തിളങ്ങുന്നു. അടുത്ത ശ്ലോകം നോക്കാം. വിശ്വബന്ധുത്വമുദ്ഘോഷയത് പാവനം വിശ്വവന്ദൈശ്ചരിത്രൈർജഗത് പാവയത് വിശ്വമേകം കുടുംബം സമാലോകയത് ഭൂതലേ ഭാതി മേ നാരദം ഭാരതം. നമുക്കിനി ഇതിൻ്റെ അന്വയൊന്ന് നോക്കാം. പാവനം വിശ്വബന്ധുത്വം ഉദ്ഘോഷയത് വിശ്വവന്ദൈഃ ചരിത്രൈഃ ജഗത് പാവയത് വിശ്വം ഏകം കുടുംബം സമാലോകയത് മേ ഭാരതം ഭൂതലേ അനാരതം ഭാതി. പാവനം എന്നാൽ പവിത്രം. വിശ്വബന്ധുത്വം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കിടയിലും സാഹോദര്യമെന്ന വികാരം, ഫീലിംഗ് ഓഫ് ബ്രദർഹുഡ്. ഉദ്ഘോഷയത് എന്നാൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വിശ്വവന്ദൈഃ ലോകത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന, ചരിത്രൈഃ സ്വഭാവത്തോടെ, ജഗത് പാവയത് ലോകത്തിനെ പവിത്രമാക്കിക്കൊണ്ട്, വിശ്വം സമസ്ത ലോകത്തിനെ, ഏകം ഒരു, കുടുംബം സമാലോകയത് എന്ന് കാണുന്ന, മേ ഭാരതം എൻ്റെ ഭാരതം, ഭൂതലേ ഭൂമിയിൽ, അനാരതം എപ്പോഴും, ഭാതി തിളങ്ങുന്നു. അതായത് ഇവിടെ കവി പറയുകയാണ്, പവിത്രമായ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കിടയിലും സാഹോദര്യം എന്ന വികാരം വയ്ക്കുന്ന, ലോകത്തിലെ എല്ലാവരെയും ഒരു കുടുംബമായി കാണുന്ന എൻ്റെ ഭാരതം ആണ് ഭൂമിയിൽ ഏറ്റവും മനോഹരം എന്ന്. ശ്ലോകം നോക്കാം. വേഷഭൂഷാനുപാസനാ പദ്ധതി ക്രീഡനാമോദ സംസ്കാരവൃത്യാദിഷു യത്തി ഭിന്നം സദപ്യസ്ത്യഭിന്നം സദാ ഭൂതലേ ഭാതി തന്മാമകം ഭാരതം. നമുക്കിനി ശ്ലോകത്തിൻ്റെ അന്വയൊന്ന് നോക്കാം. വേഷഭൂഷ അശനുപാസനാ പദ്ധതി ക്രീഡന ആമോദ സംസ്കാരവൃത്തി ആദിഷു
യത് ഹി ഭിന്നം സത് അപി സദാ അഭിന്നമസ്തി തത് മാമകം ഭാരതം ഭൂതലേ ഭാതി. അതായത് ഡ്രസ്സിങ്ങിലാണെങ്കിലും കഴിക്കുന്ന ആഹാരത്തിലാണെങ്കിലും മോഡ് ഓഫ് വർക്ക്ഷിപ്പ്, സ്പോർട്സ്, റീക്രിയേഷൻ ആക്ടിവിറ്റീസ്, സോഷ്യോ റിലീജിയസ് സെറമണീസ്, ഒക്യുപ്പേഷൻ ഇതെല്ലാം തന്നെ നിശ്ചയമായും വേറിട്ടതാണെങ്കിൽ പോലും പരിപൂർണമാണ്. അതായത് ഇവിടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. തത് മാമകം അങ്ങനെയുള്ള എൻ്റെ ഭാരതം ഭൂതലേ ഭൂമിയിൽ ഭാതി വിളങ്ങുന്നു. അടുത്ത ശ്ലോകം നോക്കാം. അർത്ഥകാമാൻവിതം ധർമ്മമോക്ഷാൻവിതം ഭക്തിഭാവാൻവിതം ജ്ഞാനകർമാൻവിതം നൈകമാർഗേ ഹി പ്രഭും ചൈകമാരാധയത് ഭൂതലേ ഭാതി മേനാരതം ഭാരതം. ഇനി നമുക്ക് ഇതിൻ്റെ അൻവ്യം നോക്കാം. അർത്ഥകാമ അൻവിതം അതായത് സമ്പത്തും ആഗ്രഹങ്ങളും നിറഞ്ഞ, ധർമ്മമോക്ഷ അൻവിതം ധർമ്മവും മോക്ഷവും നിറഞ്ഞ, ഭക്തിഭാവ അൻവിതം ഭക്തിയും ഭാവവും നിറഞ്ഞ, ജ്ഞാനകർമ്മ അൻവിതം ജ്ഞാനവും കർമ്മവും നിറഞ്ഞ, നൈകമാർഗൈഹി ച ഏകം പ്രഭും ആരാധയത് ഒരു ദൈവത്തെ പല വിധത്തിൽ ആരാധിക്കുന്ന, മേ ഭാരതം എൻ്റെ ഭാരതം, ഭൂതലേ ധരാതലത്തിൽ ഭൂമിയിൽ, അനാരതം എപ്പോഴും, ഭാതി സുശോഭിക്കുന്നു, തിളങ്ങുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ശോഷിതോ നാത്ര കശ്ചിത് ഭവേത് കേനചിത് വ്യാധിനാ പീഡിതോ നോ ഭവേത് കശ്ചന നാത്ര കോവപി വ്രജേദീനതാം ഹീനതാം മോദതാം രാജതാം പാവനം ഭാരതം. ഇനി നമുക്ക് അന്വയം നോക്കാം. അത്ര കേനചിത് കശ്ചിത് ശോഷിതഃ ന ഭവേത്. ഇവിടെ ആരാലും ആരും തന്നെ ചൂഷണം ചെയ്യപ്പെടരുത്. പിന്നെയോ കശ്ചന വ്യാധീന പീഡിതഃ ന ഭവേത്. ആരും തന്നെ രോഗബാധിതരാകരുത്, രോഗത്താൽ പീഡിതരാകരുത്. അത്ര കഹ അപി ദീനതാം ഹീനതാം ച ന വ്രജേത്. ഇവിടെ ആരും തന്നെ ദാരിദ്ര്യത്തിലേക്കോ അല്ലെങ്കിൽ അപകർഷതയിലേക്കോ പോകരുത് എന്നുള്ളൊരു സങ്കല്പമാണ് ആർക്കുള്ളത്? കവിക്ക് ഭാരതത്തിനെ കുറിച്ച് ഉള്ളത്. പാവനം ഭാരതം ഭൂതലേ മോദതാം രാജതാം. പാവനമായ ഭാരതം ഭൂമിയിൽ സന്തോഷിക്കട്ടെ, വിരാജിക്കട്ടെ, സുശോഭിക്കട്ടെ, ഷൈൻ ചെയ്യട്ടെ. അടുത്ത ശ്ലോകം നോക്കാം. ഭാരതം വർത്തതേ മേ പരം സംബലം ഭാരതം നിത്യമേവ സ്മരാമി പ്രിയം ഭാരതേ നാസ്തി മേ ജീവനം ജീവനം ഭാരതായാർപ്പിതം മേ അഖിലം ചേഷ്ടിതം. ഇനി നമുക്ക് ഇതിൻ്റെ അന്വയം നോക്കാം. ഭാരതം മേ പരം സംബലം വർത്തതേ. ഭാരതം എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അഹം പ്രിയം ഭാരതം നിത്യമേവ സ്മരാമി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാരതത്തിനെ നിത്യവും സ്മരിക്കുന്നു, ഓർക്കുന്നു. ഭാരതേന മേ ജീവനം ജീവനമസ്തി. എൻ്റെ ജീവിതമെന്ന ജീവിതം ഭാരതം കൊണ്ടാണ്. മേ അഖിലം ചേഷ്ടിതം ഭാരതായ ഏവ അർപ്പിതമസ്തി. എൻ്റെ എല്ലാ ചേഷ്ടകളും എല്ലാ സ്വഭാവങ്ങളും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭാരതായ ഏവ അർപ്പിതമസ്തി. ഭാരതത്തിന് തന്നെ സമർപ്പിക്കുന്നു, ഭാരതത്തിന് തന്നെ സമർപ്പിതമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്